ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 5. സർക്കാർ ആശുപത്രികളിലെ മരുന്നിലും വിഷം കലർത്താൻ മാധ്യമങ്ങൾ. ഗ്രാമതലം വരെ വ്യാപിച്ചു കിടക്കുന്ന സർക്കാർ ആശുപത്രികളും ആരോഗ്യ കേന്ദ്രങ്ങളുമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ദേശീയ ശ്രദ്ധയിലെത്തിച്ചത്. കഴിഞ്ഞ 7.5 വർഷമായി LDF സർക്കാർ നടപ്പാക്കിയ നൂതനമായ നിരവധി പദ്ധതികൾ ആരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തി. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള അതിസങ്കീർണമായ അവയവമാറ്റ ശസ്ത്രക്രിയ വരെ നടത്താവുന്ന രീതിയിൽ സർക്കാർ ആശുപത്രികളെ വളർത്തിയെടുത്തു. ജനങ്ങളുടെ ആരോഗ്യവും ജീവിതവും സംരക്ഷിക്കുന്നതിന് സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഏറെ പ്രശംസിക്കപ്പെട്ടതാണ്. സൗജന്യമായും കുറഞ്ഞ ചെലവിലും എല്ലാവരുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള സർക്കാർ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും സൗജന്യ ചികിത്സ ഉറപ്പാക്കിയും ഈ ലക്ഷ്യം കൈവരിക്കാനായി. അർബുദം, ഹൃദ്രോഗം, കരൾ രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് മാത്രമല്ല, ജീവിതശൈലി രോഗങ്ങൾക്ക് വരെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി സൗജന്യമായി മരുന്ന് നൽകുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഏറെ ആശ്വാസമാണ്. സർക്കാർ ആശുപത്രികളുടെ കാര്യക്ഷമതയും സൗജന്യ മരുന്ന് വിതരണവും നിലവിലുള്ളത് കൊണ്ടാണ് രോഗികളെ ചൂഷണം ചെയ്യാൻ സ്വകാര്യ ആശുപത്രികൾക്ക് സാധിക്കാതെ വരുന്നത്. കോവിഡ് മഹാമാരിക്ക് മുമ്പും ശേഷവും ലോക ശ്രദ്ധ ആകർഷിച്ച കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങളും സ്ഥാപിത താല്പര്യക്കാരും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. നിസാര സംഭവങ്ങളെ പോലും പർവ്വതീകരിച്ച് സർക്കാർ ആശുപത്രികളിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്താൻ ഗൂഢാലോചന നടത്തുന്നു. വൻകിട സ്വകാര്യ ആശുപത്രി ശൃംഖലകളെയും വൻവില ഈടാക്കുന്ന ഔഷധ വ്യാപാരികളെയും സഹായിക്കുക എന്നതാണ് ഇതിനു പിന്നിൽ. നിരന്തരം ഇല്ലാ കഥകൾ മെനഞ്ഞ് LDF സർക്കാരിനെ ഏത് വിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന UDF പത്രവും ചില ചാനലുകളും സർക്കാർ ആശുപത്രികളിലെ മരുന്നിൽ പോലും വിഷം കലർത്തുകയാണ്. സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ പഠിച്ച പണി 18 പയറ്റിയിട്ടും പറ്റാത്ത സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾ ആശുപത്രികളിൽ മരുന്നില്ലെന്ന കള്ളപ്രചരണം സൃഷ്ടിച്ച് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത്. മരുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ സെറ്റിട്ട് ഫോട്ടോ എടുത്ത് വാർത്ത സൃഷ്ടിക്കുകയായിരുന്നു UDF പത്രം. ഇത് ചില ചാനലുകളും ഏറ്റുപിടിച്ചു. സർക്കാർ ആശുപത്രികളിലെ മരുന്നു സംഭരണത്തെ പറ്റി അടിസ്ഥാന ബോധം പോലും ഇല്ലാതെയാണ് സെറ്റിട്ട് കള്ളവാർത്തകൾ സൃഷ്ടിക്കുന്നത്. അഴിമതി ഇല്ലാതാക്കിക്കൊണ്ട് സർക്കാർ ആശുപത്രികളിൽ യഥേഷ്ടം മരുന്നു ലഭ്യമാക്കുന്നതിന് ഫലപ്രദമായ സംവിധാനം നടപ്പാക്കിയത് LDF സർക്കാരാണ്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖേന ടെൻഡർ വഴിയാണ് ആശുപത്രികൾക്കുള്ള മരുന്ന് സംഭരിക്കുന്നത്. രോഗികളുടെ എണ്ണവും തൊട്ടു മുൻ വർഷത്തെ മരുന്നിന്റെ ഉപയോഗവും വിലയിരുത്തിയാണ് ഒരു സാമ്പത്തിക വർഷത്തേക്ക് ആവശ്യമായ മരുന്നുകൾ ഓരോ ആശുപത്രികൾക്കും അനുവദിക്കുന്നത്. രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി പല ആശുപത്രികൾക്കും 20% മരുന്ന് കൂടുതൽ നൽകാറുണ്ട്. അവശേഷിക്കുന്ന മരുന്ന് 30% എത്തുമ്പോൾ തന്നെ ഇക്കാര്യം അറിയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ രോഗികൾ എത്തിയാൽ അനുവദിച്ച മരുന്നുകൾ നേരത്തെ തീർന്നു പോവുക സ്വാഭാവികമാണ്. ഈ സാഹചര്യങ്ങളിൽ സ്റ്റോക്ക് കൂടുതലുള്ള ആശുപത്രികളിൽ നിന്ന് മരുന്ന് എത്തിക്കാറുണ്ട്. ഓരോ ആശുപത്രികളിലെയും മരുന്ന് ലഭ്യത പരിശോധിച്ച് കൂടുതൽ സ്റ്റോക്കുള്ള ആശുപത്രിയിൽ നിന്ന് കുറവുള്ള ആശുപത്രികളിലേക്ക് മരുന്ന് എത്തിക്കാൻ 3-4 ദിവസം പിടിച്ചേക്കും. സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാകുന്ന മരുന്നുകൾ ഏതൊക്കെയെന്ന് സർക്കാരിന്റെ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിലൂടെ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട്. ഈ ലിസ്റ്റിൽ പെടാത്തവ ഡോക്ടർമാർ കുറിച്ചാൽ അത് ഫാർമസിയിൽ ഉണ്ടാവണമെന്നില്ല. ഡോക്ടർമാർ ജനറിക് മെഡിസിൻ കുറിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാനാവും. ഇക്കാര്യം പരിശോധിക്കാനായി പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റ് നടത്താൻ ആരോഗ്യ വകുപ്പ് ആശുപത്രികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മരുന്നുണ്ടായിട്ടും ചില ഫാർമസിസ്റ്റുകൾ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആശുപത്രികൾക്ക് നൽകാൻ ആവശ്യത്തിന് മരുന്ന് സ്റ്റോക്ക് ഉണ്ടെന്നും അവ ആവശ്യാനുസരണം വിതരണം ചെയ്യാറുണ്ടെന്നും KMSCL വ്യക്തമാക്കിയിട്ടും ചില മാധ്യമങ്ങൾ മരുന്നുക്ഷാമം എന്ന കള്ളപ്രചരണം തുടരുകയാണ്. മതിയായ ചികിത്സയും സൗജന്യമായി മരുന്നും ലഭ്യമാക്കി ജനങ്ങളുടെ മെച്ചപ്പെട്ട ആരോഗ്യം ഉറപ്പുവരുത്താനായി LDF സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെ തകർക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്.